ഹായ് ഹലോ ദ ഡെയിലി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട്. കുറച്ച് റെസിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് വീഡിയോ കാണുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതൊന്ന് ഒഴിഞ്ഞപ്പോഴാട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊക്കെ സമയം കിട്ടിയത്. അപ്പോൾ എന്നാൽ പിന്നെ വീട്ടിൽ ചെല്ലാം. അപ്പം മമ്മി പറഞ്ഞു പാവയ്ക്കൊക്കെ നല്ലതുപോലെ ആക്കി, പിന്നെ പപ്പ വലയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെന്തായാലും നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ അത് കാണിക്കാം എന്ന് വിചാരിച്ച് വന്നപ്പോഴതാണ്ടേ. അപ്പോൾ ഈ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും വെച്ചതിനകത്തുനിന്ന് ആകെപ്പാട് ഈ കൂടി നിൽക്കുന്നില്ലേ, അതാ ക്യാബേജിൻ്റെത്. നീളമുള്ളതല്ല, കോളിഫ്ലവറിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് മമ്മി ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന പാവയ്ക്കൊക്കെ കൊണ്ട് എന്ത് വലുതായെന്ന്. അങ്ങനെ ഒരുവിധം പപ്പ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്ക്രാപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേ കേട്ടോ. അപ്പം നമ്മൾ ആക്രിക്കടയിൽ പോയിട്ട് കിലോയ്ക്ക് 100 രൂപയോ അങ്ങനെ എന്തോ വരുന്നത്. അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വന്ന് പപ്പ ഇന്നതിപ്പോൾ സെറ്റ് ചെയ്തു. നല്ല മഴയാട്ടോ ഇവിടെയൊക്കെ, അടിപൊളി മഴയാണ്. ഇത് കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച വെച്ച തക്കാളിയാണ്, പപ്പ നട്ട് വെച്ച തക്കാളിയായിരുന്നു. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ ഇതൊക്കെ കാണുക എന്ന് പറയുന്നതിന് എന്ത് സന്തോഷമാണെന്നറിയോ. സത്യം പറയാമല്ലോ, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിന് ഭയങ്കര ഒരു റിലീഫാണ് ഇതൊക്കെ കാണുമ്പോഴും. അങ്ങനെ വൈകിട്ട് പോയി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന്, പിന്നെ എൻ്റെ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷനൊന്നുമില്ല, വീഡിയോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത്. അപ്പം പപ്പ കേട്ടോ ഇപ്രാവശ്യം ഇത് ഉത്സാഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മമ്മിയെ ഒറ്റയ്ക്കാണ് ചെയ്തത്, ഇപ്രാവശ്യം അങ്ങനെയല്ല. പക്ഷെ പപ്പ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പപ്പായ്ക്ക് ഇത് ഇപ്പം വീഡിയോ കണ്ടേ ഒരുപാട് പേരുടെ വീഡിയോകൾ ഇങ്ങനെ കണ്ട് പപ്പായ്ക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുക. അതുപോലെ ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് കൊണ്ടും അത് ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോകളൊക്കെ ഇടും. അങ്ങനെ ഇതിപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിനുണ്ട്, പക്ഷെ എന്നാലും ഇച്ചിരി കൂടെ പൊക്കണം ആ വലയെ. കാര്യം ഇനി ഇത് കിളിച്ച് ഇതിനകത്തോട്ട് ഇറങ്ങി കായൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്താ പറയുക, ഇതിൻ്റെ വെയിറ്റ് നിൽക്കത്തില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ ഹൈറ്റ് നോക്കിക്കൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്. ചോക്കോ ഒരു രക്ഷയില്ല. ചോക്കോനെ തുറന്നു വിടാത്തതിൻ്റെ എല്ലാ ഇതും ചോക്കോ കാണിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴത്തേയും പോലെ ചോക്കോയെ ചെന്ന് ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഹോബി. അങ്ങനെ തകൃതിയായിട്ട് നമ്മുടെ വല കെട്ടലും വെള്ളം ഒഴിക്കണ്ട, ഇപ്പം മഴ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം നമ്മൾ കയറ് കെട്ടി കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചാഞ്ഞു പോയതാട്ടോ. അപ്പോൾ അങ്ങനെ മമ്മി ഓരോന്നിനും ഇങ്ങനെ ഓരോന്ന് കയറ് കെട്ടുന്നുണ്ട്. പപ്പ ഈ വല കെട്ടിയിട്ട് അത് അപ്പുറത്ത് ആ ഒരു ജനലിൻ്റെ ഒരു ഇത് കണ്ടോ, അവിടോട്ട് പപ്പ അത് വലിച്ച് നല്ല ടൈറ്റാക്കി കെട്ടിക്കൊണ്ടിരിക്കുക. കാര്യം എന്തായാലും ഇതിനകത്ത് നല്ലപോലെ വെയിറ്റ് വരുമല്ലോ, പടവലങ്ങയും പാവയ്ക്കയും പയറുമാണ്. അപ്പം 3 കാ പിടിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ അത് വെയിറ്റ് ആവും. അങ്ങനെ അതുകൊണ്ട് അത് ഇച്ചിരി നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കും. അതുപോലെ ഇതിന് പടർന്ന് മുകളിലോട്ട് കയറാനും വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ഓരോന്നും ആക്കുന്നത്. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മഴ പെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. ആ മുളകിൻ്റെ തൈ 2 എണ്ണേ കിട്ടിയുള്ളൂ. അന്ന് ഞങ്ങളന്ന് 5 എണ്ണം മേടിച്ചാൽ ആകെ 2 എണ്ണേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് കുറേ പേരൊക്കെയുണ്ട്. ഇപ്രാവശ്യം എന്തോ എല്ലാം നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട്, മാവും പൂത്തു. അങ്ങനെ ഇതൊക്കെ ഷോ ആട്ടോ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഷോ എടുത്തതാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നിങ്ങളും ചെയ്യണം കേട്ടോ കൃഷിയൊക്കെ. ഇതിപ്പോൾ ഞങ്ങളൊരു വലിയ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തോന്നുന്നു അന്നത് നിർത്തേണ്ടിയില്ലായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു എന്ന്. ഓരോ പുതിയ ഗ്രോത്ത് കാണുമ്പോഴും അത്രയും സന്തോഷമാണ്. അതുകൊണ്ട് അടുത്ത വലിയ മഴ വരുന്നുണ്ട്. ഇതിപ്പോൾ മുളകിൻ്റെ തൈ ഇപ്പം നമ്മുടെ വീട്ടിലെ മുളകില്ലേ, വീട്ടിൽ ഉണങ്ങിയ മുളക് ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് എടുത്ത് വെച്ചതാണ്. ഇതാ എൻ്റെ കോൺട്രിബ്യൂഷൻ. എന്തായാലും വീഡിയോ എടുക്കുമല്ലേ, ചൂലെടുത്ത് 2 കുരിശ് വരച്ചേക്കാൻ വിചാരിച്ച് ഒന്ന് ഇതാക്കി. അങ്ങനെ ചോക്കോനെ കളിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ അടുത്ത് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഇന്ന് കാർത്തികയല്ലേ, എന്നാൽ പിന്നെ ഇന്ന് അവിടെ എല്ലാവരും വിളക്ക് കത്തിച്ചു. അപ്പുറത്തും ഇപ്പുറത്തെയും വീട്ടിലെല്ലാവരും വിളക്ക് കത്തിച്ചപ്പം എനിക്കും ഒരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് മഴയത്ത് വന്ന് ഞങ്ങളും വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് മാത്രമല്ല, ഞങ്ങൾ സ്റ്റാർ കിട്ടും. അപ്പോൾ അതൊരു ഒരു ഒരു കൗതുകം. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ 2 ഉണ്ട്. കാർത്തികയ്ക്ക് വിളക്കും കത്തിച്ചു, ഞങ്ങൾ സ്റ്റാർ കിട്ടും. അങ്ങനെ അപ്പോൾ അടുത്ത ബാക്കി വിശേഷം ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് പറ്റാത്തത് കൊണ്ടാണ് ബ്രേക്ക് ചെയ്തൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൃഷി വിശേഷങ്ങളും ബാക്കി വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.